ഈ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ സിറിയയിൽ സുവൈദായിൽ നടന്ന വിഷയവും അതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ റോൾ, അതുപോലെ തന്നെ തുർക്കിയും അമേരിക്കയും ചേർന്ന് കുറച്ച് പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സിറിയയ്ക്കുള്ളിൽ. അതിലുപരിയായിട്ട് HTSൻ്റെ നിലവിലുള്ള ഭരണകൂടത്തിനോട് ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം. അതിലുപരിയായിട്ട് പല രീതിയിലും പല പ്രഷർ അമേരിക്കയുടെ സൈഡിലുള്ള പ്ലേ, ഇസ്രായേലിനോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ്, ഇതെല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന പറഞ്ഞാൽ ഈ SDF, സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, SDF എന്ന് പറയുന്നത് ബേസിക്കലി ഈ കുർദുകളുടെ ഡിഫൻസ് ഫോഴ്സാണ്. അപ്പോൾ ഈ SDFൻ്റെ ടീമിനെ ഡമസ്കസിനോട്, അതായത് ഇപ്പം നിലവിൽ സിറിയ ഭരിക്കുന്ന HTSനോട്, സിറിയൻ ഗവൺമെൻറ് ഫോഴ്സിനോട്, സെക്യൂരിറ്റി ഫോഴ്സിനോട് ലയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് SDF നേരെ ജുലാനിയുടെ കീഴിൽ അങ്ങ് പോവുക. ഇതാണ് അമേരിക്കയും തുർക്കിയും ചേർന്ന് SDFന് കുർദുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതിന് കൊടുത്തിരിക്കുന്ന ടൈം ലൈൻ വെറും 30 days. ഇതാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാർത്ത. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപ് അഥവാ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ ഭരണകൂടം തീർച്ചയായിട്ടും 100% ഈ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് പറഞ്ഞ ഈ ഒരു അഹമ്മദ് അൽ ഷാര എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദിയെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അഹമ്മദ് അൽ ഷാര, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒരു ലൈനിൽ ഞാൻ പറഞ്ഞു പോവാം. അയാളൊരു അൽ ഖൈദ തീവ്രവാദിയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്ത് അമേരിക്ക തന്നെ ഇറാഖിൽ ജയിലിൽ കൊണ്ടിട്ടിരുന്നതാണ്. അങ്ങനെ ജയിലിലിട്ടിരുന്ന സമയത്ത് അവിടെ വെച്ചാണ് അബൂബക്കർ അൽ ബാഗ്ദാദിയെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഈ അഹമ്മദ് അൽ ഷാരയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന അഹമ്മദ് അൽ ഷാര സിറിയയ്ക്കുള്ളിൽ വന്നിട്ട് ബാഗ്ദാദിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ജബാത്ത് അൽ നുസ്ര എന്ന് പറഞ്ഞ ഒരു സംഘടന തുടങ്ങുന്നുണ്ട്. ആ സംഘടനയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫോക്കസ് ഇനി ഓൺലി സിറിയ എന്നുള്ള രീതിയിൽ സിറിയയിലെ അസാദ് റെജീമിനെ എങ്ങനെയും താഴെ ഇറക്കണം എന്ന് പറഞ്ഞ് സിറിയയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റീവായിട്ട് തുടങ്ങിയ വേറൊരു സംഘടനയാണ് HTS. അതാണ് ഹയാത്ത് തെഹരീർ അൽ ഷാം എന്ന് പറഞ്ഞ സംഘടന. ഈ അൽ ഷാം എന്ന് പറയുന്നത് സിറിയയാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് അൽ ഷാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും ഇതാണ് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. തീവ്രവാദിയാണ്, തനി തീവ്രവാദി, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇപ്പം നിലവിൽ വായിച്ച് SDFനെ ഇത്രയും നാളും സംരക്ഷിച്ച് കൊണ്ടുപോയിരുന്നത് എല്ലാം തന്നെ അമേരിക്കയാണ്. ഈ SDF കൈക്കലാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ഈ ഓയിൽ ഫീൽഡുകളുണ്ട്. അതിൽ മിക്കവാറും ഓയിൽ ഫീൽഡുകളെല്ലാം തന്നെ അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. നല്ല വരുമാനമാണ്, അതാദ്യം മനസ്സിലാക്കിക്കോണം. ഇപ്പം സിറിയയെ ഒരു യുണൈറ്റഡ് സിറിയ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഈ ജുലാനിക്ക് താഴെ, ഈ അഹമ്മദ് അൽ ഷാരയ്ക്ക് താഴെ പോയി ചേർന്നിട്ട് ഒരു യുണൈറ്റഡ് സിറിയ ഉണ്ടാക്കുക എന്നാണ് ഇപ്പം ആശയം. ഈ ആശയം എത്രമാത്രം പരാജയമാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ഇത് പരാജയമാണ് 100%. കാരണം സിറിയയ്ക്കുള്ളിൽ പല രീതിയിലുള്ള സെക്ടേറിയൻ ആൾക്കാരാണുള്ളത്. ഇപ്പോൾ ബെദൂയി എന്ന് പറഞ്ഞ ഒരു ഗോത്രമുണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ SDF കുർദുകൾ അവരൊരു സൈഡിൽ, ഇനി അലോവൈറ്റുകൾ അത് വേറൊരു സൈഡിൽ, ക്രിസ്ത്യൻസ് അത് വേറെ സൈഡിൽ. ഇതിലുപരിയായിട്ട് ഏറ്റവും ഡോമിനേറ്റഡ് ആയിട്ട് അവിടെ ഉള്ളത് സുന്നി വിഭാഗമാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ സുന്നി ഇത്രയും ഗ്രൂപ്പ്, ഇതുപോലത്തെ പല സെക്ടേറിയൻ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജബാത്ത് അൽ നുസ്ര എന്ന് പറഞ്ഞ സംഘടനയെ ഒഴിവാക്കിക്കൊണ്ടാണല്ലോ ഈ അഹമ്മദ് അൽ ഷാര എന്ന് പറഞ്ഞ ഈ നിലവിലെ ഈ ജൊലാനി ഈ HTS രൂപീകരിച്ച് സിറിയയുടെ ഭരണാധികാരിയായിട്ട് വന്നിരിക്കുന്നത്. ജബാത്ത് അൽ നുസ്ര അവിടെ ഉണ്ട്, ഇപ്പം നിലവിലുണ്ട്. അവർ തീവ്രവാദ സംഘടനയാണ്. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ അഹമ്മദ് അൽ ഷാര ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രവൃത്തി തന്നെയാണ് അവർ തുടരുന്നത്. അപ്പോൾ അവർ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണത്. നമ്മൾ നോക്കി കാണുന്നതിലും എത്രയോ വിപരീതമാണ് കാര്യങ്ങൾ സിറിയയ്ക്കുള്ളിൽ. ഇപ്പം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ നടന്ന ആക്രമണം ആയിക്കോട്ടെ, ഇതേപോലെ തന്നെ 1600 പേരെ കഴിഞ്ഞ മാർച്ച് മാസം അലോവൈറ്റ് സമൂഹത്തിൽപ്പെട്ട ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതേ സിറിയൻ ഭരണകൂടം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അഹമ്മദ് അൽ ഷാര പറഞ്ഞത് എനിക്കറിയത്തില്ല, ഞാനല്ല ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേറെ ആരാണ് ചെയ്തത്? ഇപ്പം അഹമ്മദ് അൽ ഷാര വിചാരിച്ചപ്പോൾ, അമേരിക്ക ക്ലിയർ ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തപ്പോൾ ഈ അസുബൈദായുടെ ഉള്ളിലേക്ക് കയറി വന്ന അത്രയും തീവ്രവാദികളും പുറത്തിറങ്ങിപ്പോയോ? എങ്ങനെ പുറത്തിറങ്ങിപ്പോയി? അപ്പോൾ തീർച്ചയായിട്ടും അലോവൈറ്റുകൾക്കെതിരെ നടന്ന ആ ഒരു ക്രൂരകൃത്യത്തിനെ കൂടി ഇയാൾക്ക് തടയാമായിരുന്നു, ഇയാൾ തടഞ്ഞില്ല. അതുപോലെ തന്നെ നിരന്തരം പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ, ഓർത്തഡോക്സ് പള്ളികളെല്ലാം തന്നെ അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലൊക്കെ നടക്കുന്ന ആക്രമണങ്ങൾ ഇതെല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇത് തടയപ്പെടുന്നില്ല. ഇത് തടയാൻ പുള്ളിക്ക് താല്പര്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ചോദിച്ചാൽ പറയുന്നത് അത് ഞാനല്ല, അത് തീവ്രവാദ സംഘടനകളാണ്, ISIS ആണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു ഒഴിയുന്നത്. ഇപ്പം ഇതാ സുവൈദായിൽ നടന്ന ഈ ഒരു ആക്രമണത്തിനും അയാൾ പറയുന്നത് ഞാനല്ല, ഞങ്ങളല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യമേ പോയി ബെദോയിൻ ഗോത്രത്തിനോട് ചേർന്ന് നിന്ന്
സുവൈദായിലുള്ള ഡ്രൂസുകൾക്കെതിരെ ആക്രമണം നടത്തി തുടങ്ങിയത് ഇതേ HTSന്റെ ഫോഴ്സാണ്. പിന്നീട് അവർ തന്നെയാണ് പോയി സെക്യൂരിറ്റി ആയിട്ട് കാവൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. കാരണം വേറൊന്നുമില്ല, അമേരിക്കയുടെ ഭീഷണി. ഇനിയിപ്പം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഈ SDF എന്ന് പറഞ്ഞ കുർദുകളുടെ കമ്മ്യൂണിറ്റിക്ക് എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ടത് ഒരു ഡെമോക്രറ്റിക് ഭരണകൂടമാണ്, ഒരു എലക്റ്റഡ് ഭരണകൂടം വരണം സിറിയയിൽ. എന്നാൽ മാത്രമേ അവർ ഇവരുടെ ഒപ്പം നിൽക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ കുർദുകൾ നയിക്കുന്ന SDF എന്ന് പറഞ്ഞ ആ ഒരു ഫോഴ്സിന്റെ തലപ്പത്തിരിക്കുന്നത് മൊസ്ലോം അബ്ദി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ മൊസ്ലോം അബ്ദി കഴിഞ്ഞ മെയ് മാസം എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇനിഷ്യൽ എഗ്രിമെന്റ്. ഞങ്ങൾ ഡമസ്കസ് ഭരണകൂടവുമായിട്ട് ലയിച്ച് ഒത്തുചേർന്ന് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങളെ ഇതേപോലെ ബറ്റാലിയൻസ് ആയിട്ട് തന്നെ അങ്ങോട്ട് എടുക്കണം. ഞങ്ങൾ എങ്ങനെയാണോ ഒരു ഡിഫൻസ് ഫോഴ്സ് ആയിട്ടുള്ളത്, ആ ഡിഫൻസ് ഫോഴ്സ് ആയിട്ട് തന്നെ ഞങ്ങളെ അങ്ങ് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ജൊലാനിയുടെ സൈഡിൽ നിന്ന് വന്ന മറുപടി, ഡിഫൻസ് ഫോഴ്സ് ആയിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ഫോഴ്സിനെയും അംഗീകരിക്കാൻ പറ്റില്ല, SDFന്റെ ഫോഴ്സിനെയും അംഗീകരിക്കാൻ പറ്റില്ല. ഈ YPG എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് ഈ SDF എന്ന് പറഞ്ഞ ഡിഫൻസ് സംഘടനയ്ക്ക് പകരമായിട്ട് ഒരു പൊതുജനങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം, YPG എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഈ ഒരു SDFനെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് SDFനെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തീവ്രവാദികളായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കുർദിഷ് തീവ്രവാദികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തീവ്രവാദ സംഘടന ആയതുകൊണ്ട് തന്നെ ആ ഒരു സംഘടന അത്ര സ്വീകാര്യമല്ല ഗ്ലോബലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പകരം YPG എന്ന് പറഞ്ഞ ഒരു സംഘടന ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ YPG സംഘടനയാണ്. ഇപ്പോൾ അമേരിക്ക ഫണ്ട് കൊടുക്കുന്നത് YPG സംഘടനയ്ക്ക് തന്നെയാണ്. അത് കുർദുകൾക്ക് കറക്റ്റായിട്ട് എത്തും. ഈ കുർദുകളുടെ SDFിലുള്ളതും ഈ YPGയിലുള്ളതും സെയിം ആൾക്കാർ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. രണ്ടും സെയിം ആൾക്കാരാണ്. ഇവിടെയുള്ളവൻ തന്നെ അവിടെയും മെമ്പർഷിപ്പിലുള്ളത്. ജൊലാനി ഈ സമൂഹങ്ങൾക്കെല്ലാം, അലോവൈറ്റിനായിക്കോട്ടെ, ഡ്രൂസിനായിക്കോട്ടെ, ഇതുപോലെ ഈ കുർദുകൾക്കായിക്കോട്ടെ, ഇവർക്കെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ജൊലാനിക്ക് കെൽപ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവർ ഞങ്ങൾ ചേരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ അത് ജൊലാനിക്ക് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ജൊലാനിയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുവൈദയിൽ ഇറങ്ങി വന്നത്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് അനുസരിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് കാണിക്കാനാണ് ഈ അൽ സുവൈദയുടെ മേളിൽ ഈ ആൾക്കാർ തീവ്രവാദികളെ മൊത്തം വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അതേസമയം അമേരിക്കയുടെ കളി. അമേരിക്ക എന്താണ് ചെയ്തത്? ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കിൽ സിറിയയുടെ ഉള്ളിൽ 700-ലധികം സിറിയൻ ഫോഴ്സിൽപ്പെട്ട ഈ HTSന് കീഴിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 700-ലധികം. ഈ കോൺവോയ്, ഈ HTSന്റെ കോൺവോയ് ആണല്ലോ ആദ്യത്തെ ദിവസം ഈ സുവൈദയിലേക്ക് കടന്നു കയറി വന്നത്. ആ വരുന്ന വഴിയിൽ ഇസ്രായേൽ നടത്തിയ അറ്റാക്കിലാണ് 700-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടത്. 700-ലധികം സിറിയൻ സെക്യൂരിറ്റി ഓഫീസർ, ഈ ജൊലാനിയുടെ ഫോഴ്സിൽപ്പെട്ട ആൾക്കാർ 700 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും ആൾക്കാർ കൂട്ടത്തോടെ കയറി ഇങ്ങ് സുവൈദയിലേക്ക് വന്നത്. എന്നാലും അതിനെയും കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി ഇസ്രായേലിന് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയെ വെച്ചെങ്കിൽ അമേരിക്കയെ വെച്ച് തടഞ്ഞിട്ടുണ്ട്. ജബാത്ത് അൽ നുസ്രയുടെ തലപ്പത്തിരിക്കുന്നത് ഇപ്പം സാലെ അൽ ഹംവി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ സാലെ അൽ ഹംവി പറഞ്ഞിരിക്കുന്നത് സിറിയയുടെ നിലവിലെ അമേരിക്കൻ അംബാസഡർ ആയിട്ടുള്ള തോമസ് ബാരക്ക് നേരിട്ട് ഈ സാലെ ഹംവിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദ് അൽ ഷാറയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സിനെ അൽ സുവൈദയിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞത് ഈ അമേരിക്കൻ അംബാസഡറാണ്. ആ കൺഫർമേഷൻ നേടിയിട്ടാണ് ജൊലാനി ഈ HTSന്റെ ഫോഴ്സിനെ സുവൈദയിലേക്ക് അയച്ചത്. അപ്പോഴാണ്, ആ മൊമെന്റിലാണ് ഇസ്രായേൽ തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്ത് 700-ലധികം പേരെ കൊലപ്പെടുത്തിയത്. അമേരിക്ക പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, അത് സിറിയൻ ലാൻഡാണ്, അവിടെ നിങ്ങൾ പോയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാതെ അവിടെ ഇസ്രായേലിനെ ഇന്റർവെൻ ചെയ്യാൻ വിടരുത് എന്ന് ആ മെസ്സേജ് അമേരിക്ക സിറിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഞാനിവിടെ വെക്കാം. വളരെ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇസ്രായേലിനെതിരെയുള്ള പണി പണിഞ്ഞത് അമേരിക്ക തന്നെയാണ്. ഇസ്രായേൽ അവിടെ ഡേവിഡ് കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ ജോർദാൻ ബോർഡറിൽ നിന്നും ഈ ഡ്രൂസ് ജനങ്ങൾക്ക് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന ആ പരിസരത്തിൽ നിന്നും ജോർദാൻ ബോർഡറിലൂടെ ത്രൂ ഔട്ട് അവിടെ ഒരു അമേരിക്കൻ ബേസ് ഉണ്ട്. ആ ബേസിലൂടെ നേരെ അവർ SDFനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. SDFും ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഈ SDFനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലം ഇതെല്ലാം ചേർത്ത് ഇസ്രായേലിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് ഡേവിഡ് കോറിഡോറിലൂടെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനിപ്പോൾ നിലവിൽ തടസ്സം സൃഷ്ടിച്ചത് അമേരിക്ക തന്നെയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിയായിട്ട് ഇസ്രായേലിനെ ജസ്റ്റ് ഓക്കെ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇസ്രായേൽ
എല്ലാം തൂത്തുപറക്കി അടിച്ച് വൃത്തിയാക്കി ഇപ്പം അങ്ങോട്ട് ആ കോറിഡോർ തന്നെ സ്ഥാപിച്ചേനെ. ഈ സിറിയയിലെ ഫെഡറൽ സിസ്റ്റം വേണമെന്നാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത്. അതിനൊരു സംഘടന തന്നെയുണ്ട്. ആ സംഘടന AANES എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ഒരു സംഘടന ഷോർട്ട് ഫോം ആയിട്ട്. ഇതിന്റെ അബ്രിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണോമസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് ആൻഡ് ഈസ്റ്റ് സിറിയ. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം, ഓട്ടോണോമസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് ആൻഡ് ഈസ്റ്റ് സിറിയ. ഈ AANES എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത്, ഇവർ പറയുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കൾച്ചർ, അവരുടേതായിട്ടുള്ള വിശ്വാസം, അവരുടേതായിട്ടുള്ള റിലീജിയസ് ബിലീവ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ സെക്റ്റുകളെ അങ്ങനെ തന്നെ ജീവിക്കാൻ വിടുക. എല്ലാവരും സിറിയൻ ഗവൺമെന്റിൽ ചേരണമെങ്കിൽ ചേരും, പക്ഷേ അവർക്ക് നിലവിൽ അവരെങ്ങനെയാണോ ഉള്ളത് അതേ കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരങ്ങനെ വിട്ടേക്കുക. അല്ലാതെ പരസ്പരം എല്ലാത്തിനെയും കൂടെ ഒരുമിപ്പിച്ചിട്ട് എല്ലാവരെയും ഡീമിലിറ്ററൈസ് ചെയ്തിട്ട് എല്ലാവരെയും അവരവരുടെ ഡിഫൻസ് ഫോഴ്സുകളൊക്കെ അവർ ഒഴിവാക്കിയിട്ട് ഈ ജുലാനിയുടെ പ്രൊട്ടക്ഷന്റെ കീഴിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കെൽപ്പ് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ അവർ വന്ന് ചേരുള്ളൂ. അല്ലാത്ത പക്ഷത്തിൽ അവർ വരാൻ തയ്യാറല്ല. അപ്പോൾ ഈ ഫെഡറൽ സിസ്റ്റമായിട്ട് നിലനിർത്താം എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ ഡ്രൂസ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു ഏരിയ, അവർക്ക് സെപ്പറേറ്റ് ഓട്ടോണമസ്, സെപ്പറേറ്റ് ലോ, സെപ്പറേറ്റ് ആർമി, അവരെല്ലാം സെപ്പറേറ്റ് അങ്ങനെ നിൽക്കും. അതേസമയം ബിയോണ്ട് ദാറ്റ് ലെവലിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ കൂടുതൽ അങ്ങ് ഇടപെടാൻ പാടില്ല. അതും കൂടി മാനിച്ചുകൊണ്ട് വേണം ഈ ഒരു യൂണിഫൈഡ് സിറിയ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ. ഇപ്പോൾ ഡ്രൂസ് ആണെങ്കിൽ ഡ്രൂസ് അവർ സെപ്പറേറ്റ് ആയിട്ട് നിന്നോട്ടെ, അലോവൈറ്റുകളാണെന്നുണ്ടെങ്കിൽ അലോവൈറ്റുകൾ സെപ്പറേറ്റ് നിന്നോട്ടെ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിനും ജൊലാനിയുടെ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. ഇത് സിറിയയെ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അമേരിക്ക ഉണ്ടാവും. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് മാത്രം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ജൊലാനി ഭരണകൂടവും ഇതിന് ഉത്തരവാദിയായിട്ട് തീരും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജൊലാനിയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് ഒരുപാട് നാൾ ആ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ ഇരുത്തത്തില്ല. കാരണം അവിടുത്തെ സെക്റ്റുകൾ ഇങ്ങനെ പല രീതിയിലുള്ള സെക്റ്റുകളുണ്ട്. ഇവർക്ക് പലർക്കും ഇപ്പോൾ വിയോജിപ്പ് തുടങ്ങിയിട്ടുണ്ട്. തമ്മിൽ തല്ലി ചാവാനുള്ള ഏർപ്പാട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഓൾറെഡി സിറിയയ്ക്കുള്ളിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പോഴും സുബൈദയ്ക്കുള്ളിൽ കയറിപ്പോകാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ബദോയൻ ഗോത്രക്കാർ ഇപ്പോഴും ഉണ്ട്. അതിലുപരിയായിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഗാസയിൽ 60 ദിവസത്തെ സീസ് ഫയർ കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധം നിർത്തുന്നില്ല? ഇതിന്റെ ഫർദർ പ്ലാൻ എന്താണ്? ഇതിനെക്കുറിച്ച് പുതിയ കുറച്ച് ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.